കണ്ണൂർ ജില്ല പോലെ ഇടതുപക്ഷത്തിന് അത്രമേൽ ആത്മവിശ്വാസമുള്ള ഒരു ജില്ലയുണ്ടെങ്കിൽ അത് കൊല്ലം ജില്ലയായിരിക്കും. എല്ലാ രാഷ്ട്രീയ പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ രാഷ്ട്രീയ പടപൊരുതലുകളിലും ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല തന്നെയാണ് കൊല്ലം ജില്ല. അവിടെയുള്ള ഈഴവ സമുദായ മുന്നേറ്റമാണ് ഇടതുപക്ഷത്തെ അത്രമേൽ ശക്തി കേന്ദ്രമായി നിലനിർത്തുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്ത കൊല്ലം ജില്ലയുടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു അവലോകനത്തിൽ ഏതൊക്കെയായിരിക്കും ഇടതുപക്ഷത്തിന് കൊല്ലത്ത് നേടാനും നഷ്ടപ്പെടാനും പോകുന്ന സീറ്റുകളെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ കൊല്ലം ജില്ലയിൽ പ്രധാനമായും 3 മന്ത്രിമാരാണ് കൊല്ലം ജില്ലയിൽ നിന്ന് ഇടതുപക്ഷത്തിനുള്ളത്. ചിഞ്ചുറാണി, KN ബാലഗോപാലൻ, അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട 3 മന്ത്രിമാരുള്ള കൊല്ലം ജില്ലയുടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്ഥിതിവിശേഷം എപ്രകാരമാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈഴവ സമുദായമാണ്. ഈഴവ സമുദായത്തിന് പ്രാധാന്യമേറെയുള്ള കൊല്ലം ജില്ലയിൽ BDJS അടക്കമുള്ള പാർട്ടികൾ ഈഴവ സമുദായത്തിൻ്റെ വലിയൊരു വിഭാഗം വോട്ടും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി പോയ സാഹചര്യത്തിൽ 35% വോട്ടുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ഈഴവ സമുദായത്തിൽ നിന്ന് BJPക്ക് പോയിട്ടുള്ളത്. ആ 35% വോട്ടുകൾ അത് ഈഴവ സമുദായത്തിൽ നിന്ന് പോകുമ്പോൾ ഈഴവ പ്രാധാന്യമേറെയുള്ള കൊല്ലം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് സീറ്റുകൾ നഷ്ടമാകുമോ? അവിടെ ഭരണവിരുദ്ധ വികാരം കൂടി ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ ഭരണവിരുദ്ധ വികാരവും ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ട് ചോർച്ചയും അതുപോലെ തന്നെ സർക്കാർ വിരുദ്ധ വികാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലും കരുനാഗപ്പള്ളിയിലുമൊക്കെയുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ അവയെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് കൊല്ലം ജില്ലയിൽ ജീർണതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും കൊല്ലത്തിൻ്റെ ഇടതുകോട്ട, കൊല്ലം ജില്ലയിലെ ഇടതുകോട്ട തകർന്നു വീഴുമോ എന്നറിയണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ 2 ഇടങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് നഷ്ടമായത്. ഒന്ന് PC വിഷ്ണുനാഥ് MLA ആയുള്ള മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് PC വിഷ്ണുനാഥ് വിജയിച്ചു വന്ന കുണ്ടറ നിയമസഭാ മണ്ഡലം. മറ്റൊന്ന് ഒരു തവണ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ CR മഹേഷിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലം. ആ കരുനാഗപ്പള്ളിയിൽ 2021 CR മഹേഷ് വീണ്ടും പിടിച്ചെടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അത്തരത്തിൽ കരുനാഗപ്പള്ളിയും കുണ്ടറയും മാറ്റി നിർത്തിയാൽ കൊല്ലം ജില്ലയിലെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളെല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉരുക്കുകോട്ടയായി തന്നെ നിലനിന്ന ഇടങ്ങളാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും പിടിച്ചെടുത്ത ശക്തി കേന്ദ്രമായി ഉരുക്കുകോട്ടയായി നിലനിന്ന കൊല്ലം ജില്ലയ്ക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കൊല്ലം ജില്ലയിൽ കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, ചവറ, പുനലൂർ, കുണ്ടറ, ചടയമംഗലം, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, കുന്നത്തൂർ, പത്തനാപുരം ഇങ്ങനെയുള്ള മണ്ഡലങ്ങളാണ് ഈ ജില്ലയിൽ പ്രധാനമായുള്ളത്. ഇതിൽ പത്തനാപുരത്ത് നിന്ന് KB ഗണേഷ് കുമാർ, കൊട്ടാരക്കരയിൽ നിന്ന് KN ബാലഗോപാലൻ, അതുപോലെ ചടയമംഗലത്ത് നിന്ന് ചിഞ്ചുറാണി അടക്കമുള്ള മന്ത്രിമാർ ഈ ജില്ലയിൽ നിന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ചാത്തന്നൂരിലേക്ക് വരുമ്പോൾ ചാത്തന്നൂർ ഒരു CPI മണ്ഡലമാണ്. ചാത്തന്നൂരിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയ ഒരു മണ്ഡലമാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോഴും ചാത്തന്നൂർ ഇടതുകോട്ടയായി തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് നേരായുള്ള ഭരണവിരുദ്ധ വികാരവും ഉൾപാർട്ടി പ്രശ്നങ്ങൾ ചാത്തന്നൂരിൽ അങ്ങനെ കാര്യമായ രീതിയിൽ CPIക്കുള്ളിലോ അല്ലെങ്കിൽ CPMനുള്ളിലോ ഇല്ല. അതുകൊണ്ട് എത്തരത്തിലായിരിക്കും ചാത്തന്നൂരിൻ്റെ 2026 ജനവിധി എന്ന് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും ഇടതുപക്ഷത്തിന് ചെറിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ മുൻതൂക്കം ചാത്തന്നൂരിലുണ്ട്. ചടയമംഗലത്തേക്ക് വരുമ്പോൾ ചടയമംഗലം ലീഗും കോൺഗ്രസും തമ്മിൽ വെച്ചുമാറുവാനുള്ള ചില തീരുമാനങ്ങൾ സജീവമായി നടക്കുന്നുണ്ട്. നിലവിൽ കോൺഗ്രസ് മത്സരിക്കുന്ന ചടയമംഗലത്ത് ലീഗിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാനുള്ള സജീവമായ ചർച്ച നടക്കുന്നുണ്ട്. നിലവിൽ ലീഗ് മത്സരിക്കുന്ന പുനലൂർ കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് ചടയമംഗലം ലീഗിന് കൈമാറുവാനുള്ള ചർച്ചയാണ് സജീവമായി നടക്കുന്നത്. ചടയമംഗലത്ത് പുനലൂരിനേക്കാൾ ലീഗിന് കൂടുതൽ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ലീഗിന് സജീവ സാന്നിധ്യമായി നിൽക്കുവാൻ കഴിയുന്ന കരുത്തുറ്റുള്ള ഒരിടമായി ചടയമംഗലം ലീഗ് കണക്കാക്കുന്നു. അതുകൊണ്ട് ലീഗിന് ചടയമംഗലം കൊടുത്തുകൊണ്ട് പുനലൂര്
കോൺഗ്രസ് നേടുവാനുള്ള സാധ്യതയുണ്ട്. പുനലൂരിൽ കോൺഗ്രസിന് ശക്തരായ സ്ഥാനാർത്ഥികളുണ്ട്. പ്രാദേശിക തലത്തിൽ സ്വാധീനമേറെയുള്ള നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് പുനലൂരിൽ കോൺഗ്രസ് മത്സരിച്ചുകൊണ്ട് ചടയമംഗലത്ത് ലീഗ് മത്സരിക്കുവാനുള്ള സാധ്യതകളെ തള്ളിക്കളയുവാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ചടയമംഗലവും അതുപോലെ തന്നെ പുനലൂരും ലീഗിനും കോൺഗ്രസിനും നേടിയെടുത്തുകൊണ്ട് UDFന്റെ കരങ്ങൾക്ക് കരുത്തു പകരാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലുകളാണ് നിലവിലുള്ളത്. ചടയമംഗലത്തെ MLA ഇപ്പോൾ ചിഞ്ചുറാണിയാണ്, മന്ത്രിയാണ്. ചിഞ്ചുറാണി മന്ത്രിയായിരിക്കുന്ന ചടയമംഗലത്തെ ചില ഉൾപാർട്ടി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അടുത്ത തവണ അവിടെ കോൺഗ്രസിന് വിജയിക്കുവാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലുകളുണ്ട്. KPCC സെക്രട്ടറിയായ MM നസീറാണ് കഴിഞ്ഞ തവണ ചിഞ്ചുറാണിയോട് പരാജയപ്പെട്ടത്. മണ്ഡലത്തിൽ BJPയുടെ സാന്നിധ്യം വളരെ കുറവാണ്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തെ കണക്കിലെടുത്തുകൊണ്ട് BJPയുടെ സാന്നിധ്യം കുറവുള്ള ഒരിടമായതുകൊണ്ട് ചടയമംഗലത്ത് അടുത്ത തവണ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടൽ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. ചിഞ്ചുറാണിക്ക് പകരം അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചില്ല എങ്കിൽ ആ മണ്ഡലം ഇടതുപക്ഷത്തിന് നഷ്ടമാകുമെന്നുള്ളതാണ് ഉൾപാർട്ടി പ്രശ്നങ്ങൾ കൊണ്ടും പ്രാദേശിക പാർട്ടി വിഷയങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി കൊട്ടാരക്കരയിലേക്ക് വരുമ്പോൾ KN ബാലഗോപാൽ MLA ആണ് കൊട്ടാരക്കരയിലെ MLA. അവിടെ അദ്ദേഹം മന്ത്രിയാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന R ലക്ഷ്മി ആയിരുന്നു എതിരാളിയായി മത്സരിച്ച് പരാജയപ്പെട്ടു പോയത്. അവിടെ പക്ഷേ കടുത്ത പോരാട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഐഷാപോർട്ടിൽ കോൺഗ്രസിൽ സജീവമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ കൊട്ടാരക്കര കോൺഗ്രസിന് ഐഷാപോർട്ടിലൂടെ പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന കണക്കുകൂട്ടലുകൾ കോൺഗ്രസിനുണ്ട്. ഒരുപക്ഷെ ഐഷാപോർട്ടി ആയിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി ആകാൻ പോകുന്നത്. അതിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കില്ല. അത്തരത്തിൽ വരുമ്പോൾ കൊട്ടാരക്കരയും കോൺഗ്രസിന് അനുകൂലമായ ഒരു സ്ഥിതി വരുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. മറ്റൊന്ന് കുന്നത്തൂരാണ്. കുന്നത്തൂരിൽ LDFിൽ നിന്ന് RSP കോൺഗ്രസിനോടൊപ്പം പോയപ്പോൾ RSP ലെനിൻസ് എന്നൊരു പാർട്ടി രൂപീകരിച്ച് കോവൂർ കുഞ്ഞുമോൻ അവിടെ MLA ആയി നിരന്തരം മത്സരിച്ച് വിജയിച്ചു വരികയാണ്. അവിടെ ഉല്ലാസ് കോവൂർ ആയിരുന്നു കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഉല്ലാസ് കോവൂർക്ക് നേരിയ വോട്ടിന് മാത്രമാണ് പരാജയപ്പെട്ടത്. അതുകൊണ്ട് ഉല്ലാസ് കോവൂർ പരാജയപ്പെട്ടതിന് ശേഷവും അവിടെ സജീവ സാന്നിധ്യമായി നിൽക്കുന്നുണ്ട്. നിരന്തരമായി MLA ആയി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കോവൂർ കുഞ്ഞുമോനെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷമോട് മത്സരിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ലാതെ തന്നെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ കത്ത് നൽകിയ കോവൂർ കുഞ്ഞുമോനെ കൃത്യമായ രീതിയിൽ ഇടതുപക്ഷം പരിഗണിക്കാത്തത് കൊണ്ട് ഇനിയൊരു മത്സരത്തിന് അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. അവിടെയും ഭരണവിരുദ്ധ വികാരവും മറ്റ് പാർട്ടി പ്രശ്നങ്ങളും RSP ശക്തി കേന്ദ്രമായി അവിടെ ഉടലെടുത്തു വരുന്ന സാഹചര്യമൊക്കെ കൂടി പരിശോധിക്കുമ്പോൾ കുന്നത്തൂരിലും അവിടെ UDFന് വലിയ സാധ്യതയുണ്ട്. ഇനി ഇരവിപുരമാണ്. ഇരവിപുരം ഇടതുപക്ഷം ജയിക്കാൻ സാധ്യതയേറെയുള്ള ഒരു മണ്ഡലമാണ് ഇരവിപുരത്തെ MLA MM നൗഷാദാണ്. അവിടെ RSP മത്സരിക്കുമോ ലീഗ് മത്സരിക്കുമോ എന്ന ചെറിയൊരു ചർച്ച സജീവമായി നിൽക്കുന്നുണ്ട്. ഇരുകൂട്ടർക്കും പ്രാധാന്യമേറെ ഉള്ളൊരു മണ്ഡലമാണ് ഈ ഇരവിപുരം. അതുകൊണ്ട് ഇരവിപുരത്ത് ലീഗോ അല്ലെങ്കിൽ RSP എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാണ്. കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലത്ത് മുകേഷ് വിജയിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള പല ലൈംഗിക ആരോപണ പരാതികളൊക്കെ അടുത്ത തവണ കൃത്യമായ രീതിയിൽ ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് മുകേഷിനെതിരായി മത്സരിച്ച ബിന്ദു കൃഷ്ണ അവിടെ സജീവ സാന്നിധ്യമായി നിൽക്കുന്നുണ്ട്. ബിന്ദു കൃഷ്ണയെ മത്സരിപ്പിക്കുവാൻ തന്നെയായിരിക്കും കോൺഗ്രസിന്റെ തീരുമാനം. ഒരു വനിതാ സ്ഥാനാർത്ഥിക്ക് സീറ്റ് നൽകിക്കൊണ്ട് മുകേഷിനെതിരായി ഒരു പടപ്പുറപ്പാടിന് തയ്യാറെടുപ്പിക്കുക ബിന്ദു കൃഷ്ണയെ എന്ന ചർച്ച തന്നെയാണ് UDFിലും സജീവമായി നിൽക്കുന്നത്. മുകേഷിനെതിരെ പാർട്ടിക്കുള്ളിലും പുറത്തും സജീവമായ രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ മുകേഷിനെ മാറ്റി നിർത്തിയില്ല എങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ പരാജയം കൊല്ലത്തുണ്ടാകും. നിഷ്പ്രയാസം കോൺഗ്രസിനോട് വിജയിക്കുവാനും സാധിക്കും. ഇനി പത്തനാപുരത്തിലേക്ക് വരുമ്പോൾ പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തനായ നേതാവ്, കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തിലേക്ക് പോയ നേതാവ്. പത്തനാപുരം KB ഗണേഷ് കുമാറിന്റെ കയ്യിൽ ഭദ്രമാണ് എന്ന ആത്മവിശ്വാസം ഇടതുപക്ഷത്തിനുണ്ട്. ഇത്തവണത്തെ ഈ ഭരണവിരുദ്ധ വികാരം എത്തരത്തിൽ പത്തനാപുരത്ത് അലയടിക്കുമെന്നുള്ളത് അറിയുവാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും അത് ഇടതുപക്ഷത്തിന് സ്വാധീനമേറെയുള്ള മണ്ഡലം തന്നെയാണ്. കുണ്ടറ PC വിഷ്ണുനാഥിന്റെ കരങ്ങളിൽ ഭദ്രമാണ്. PC വിഷ്ണുനാഥ് തന്നെയായിരിക്കും അടുത്ത തവണ വിജയിക്കുക. ഏതെങ്കിലും ഒരു യുവ ഇടതുപക്ഷ നേതാവിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ കുണ്ടറയിൽ വലിയ സാധ്യതയുണ്ട് എന്നാണ് ഇടതുപക്ഷത്തിന്റെ കണക്കൂട്ടൽ. എന്നിരുന്നാലും ഒരു നേരിയ മുന്നേറ്റം, ഒരു മുൻതൂക്കം PC വിഷ്ണുനാഥിന് തന്നെയുണ്ട്. കരുനാഗപ്പള്ളിയുടെയും സ്ഥിതി അത് തന്നെയാണ്. ഒരു തവണ പരാജയപ്പെട്ട് വിജയിച്ചു വന്നത് കൊണ്ട് തന്നെ CR മഹേഷ് അവിടെ സജീവമായി നിറസാന്നിധ്യമായി നിൽക്കുകയാണ്. സ്വന്തം MLA എന്ന രീതിയിൽ CR മഹേഷിന് വലിയ സ്വാധീനവും സാധ്യതയും കരുനാഗപ്പള്ളിയിലുണ്ട്. അതുകൊണ്ട് തന്നെ കരുനാഗപ്പള്ളിയും കുണ്ടറയും എല്ലാം കോൺഗ്രസിന്റെ കരുത്താർന്ന കോട്ടയായി തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നുള്ള കണക്കൂട്ടൽ കോൺഗ്രസിനുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിലവിൽ കരുനാഗപ്പള്ളിയിലും കൊട്ടാരക്കരയിലും ഒക്കെയുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങൾ, കൊല്ലം ജില്ലയിൽ മൊത്തത്തിലുള്ള CPM CPI പ്രശ്നങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് പിടിച്ചെടുക്കുവാൻ കഴിയുന്ന നിരവധി മണ്ഡലങ്ങൾ കൊല്ലത്തുണ്ട്. ആ കൊല്ലം ജില്ല എന്ന ഇടതുപക്ഷത്തിന്റെ കോട്ടയെ പൊളിച്ച് എഴുതുവാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും 2026 ഉണ്ടാകുവാൻ പോകുന്നത്. എന്നിരുന്നാലും ജനങ്ങളാണ് അന്തിമ തീരുമാനം നടത്തേണ്ടത്. BJPയുടെ സാന്നിധ്യവും സ്വാധീനവും ഏറെയുള്ള മണ്ഡലങ്ങളിൽ എങ്ങനെയായിരിക്കും വിജയപരാജയം ഉണ്ടാകുക എന്നുള്ളത് പ്രവചിക്കുവാൻ നിലവിൽ സാധിക്കില്ല. അതിന് തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്.
2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തിൻ്റെ സ്ഥിതി കോൺഗ്രസിന് അനുകൂലമായി ഉള്ളതായിരിക്കുമെന്നുള്ളതാണ് നിലവിലത്തെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്.